LDFിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ AKSTU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 10 വർഷമായും സർക്കാർ തങ്ങളെ പരിഗണിച്ചില്ലെന്നും വാർദ്ധക്യ പെൻഷൻ പോലും നിഷേധിച്ച സർക്കാരിന് ഓട്ടോ കുടുംബങ്ങൾ എന്തിന് വോട്ട് ചെയ്യണമെന്നും ബന്ധപ്പെട്ടവർ ചോദിച്ചു. കോൺട്രാക്ട് കാരിയേഴ്സ് അല്ലാത്ത എല്ലാ പബ്ലിക് കാരിയേഴ്സിനും അപ്പ് ആൻഡ് ഡൗൺ ചാർജ് മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ 2004 പോയി ഞങ്ങൾ വിധി സമ്പാദിച്ചു. ഞങ്ങൾ ഹൈക്കോടതിയോട് ചോദിച്ച ചോദ്യം, ഈ 15 രൂപ അല്ലെങ്കിൽ പകുതി ചാർജ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭിക്കുക? സർക്കാർ ഉത്തരവ് പ്രകാരം ലഭിക്കേണ്ട ചാർജ് പൂർണ്ണമായും ലഭിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഞങ്ങൾ ഈ കഴിഞ്ഞ 22 വർഷക്കാലമായി നിരന്തരം ഞങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. RTOന് കൊടുക്കുന്നു, പോലീസിന് കൊടുക്കുന്നു, മന്ത്രിമാർക്ക് കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. പക്ഷെ ഒരിക്കലും ഇവർ ഇതിൽ മാറ്റം വരുന്നില്ല. ഇവർ പറയുന്നത് അത് അങ്ങനെ തന്നെ പകുതി ചാർജ്. മറ്റൊരു തൊഴിലാളി മേഖലയിലും ഈ മോട്ടോർ മേഖലയിലും നടപ്പിലാക്കാത്ത തൊഴിലാളി വിരുദ്ധമായ ഒരു ഉത്തരവ് കാലാകാലമായി പിന്തുടരുകയാണ്. രാത്രിയിലായാൽ മീറ്ററിന്റെ പകുതിയും. ഇവിടെ നിന്ന് തളിപ്പറമ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോയിട്ട് 400 റുപ്യ കണ്ടു കഴിഞ്ഞാൽ ആ 400 റുപ്യക്ക് പകരം അത് അങ്ങോട്ട് മാത്രമുള്ള ഒരു ചാർജാണ്. തിരിച്ചിങ്ങോട്ട് വരാൻ 400 രൂപ കൂടി വാങ്ങിക്കാൻ അവകാശമുണ്ട്. കാരണം ആ സമയത്ത് എവിടെയും ഒരു യാത്രക്കാരനെയും കിട്ടില്ല. അയാൾക്ക് ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് സർവീസ് നടത്താനേ നിയമം അനുമതി നൽകുന്നുള്ളൂ. അപ്പോൾ 800 രൂപ വാങ്ങിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജ്ഞാപനം പറയുന്നത് 600 റുപ്യ മേടിച്ചാൽ മതി, 400 പകുതിയും. എത്രമാത്രം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഈ സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എല്ലാ മേഖലയിലും ഒരു മാറ്റവും വരുത്താതെ കാലാകാലം. എന്നിട്ട് പറയുന്നതോ ഈ തൊഴിലാളികൾ മുഴുവൻ സാമൂഹ്യ വിരുദ്ധന്മാരാണ്. രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന മനുഷ്യരെ രാത്രി ഉറക്കമൊഴിഞ്ഞ് അവരുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന ഉത്തരവാദിത്തം ഈ മേഖലയിൽ സാമൂഹ്യ വിരുദ്ധന്മാരില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ 95% ഈ മേഖലയിൽ സത്യസന്ധമായി ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്, കുടുംബത്തെ പോറ്റുന്ന മനുഷ്യരാണ്. എന്നിട്ടും ഇവരെ പിടിച്ചു പറിക്കാരായിട്ടാണ് മുദ്ര കുത്തുന്നത്. കേരളത്തിൽ 8 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും അവരുടെ 40 ലക്ഷത്തോളമുള്ള കുടുംബാംഗങ്ങളും ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ പ്രശ്നങ്ങൾ LDF സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയും അവഗണിക്കുകയുമാണ് ചെയ്തത്. 2022 ശേഷം ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല. സർക്കാരിന്റെ 1 രൂപ വിഹിതമില്ലാതെ പ്രവർത്തിക്കുന്ന മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നുവെന്ന കാരണത്താൽ വാർദ്ധക്യകാല പെൻഷൻ ഓട്ടോ തൊഴിലാളികൾ അർഹരല്ലെന്ന് പറഞ്ഞ് പെൻഷൻ നിഷേധിച്ച ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളികളും കുടുംബവും എന്തിന് വോട്ട് ചെയ്യണമെന്നും നേതാക്കൾ ചോദിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ, ജനറൽ സെക്രട്ടറി N. ലക്ഷ്മണൻ, N. സീതാറാം, A. ദിലീപ് കുമാർ, VV മുഹമ്മദ് അലി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.